അവർ തന്നെ പറയുന്നു അവർക്ക് ഉറപ്പില്ല ഈ കാര്യത്തിൽ. ആ ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് നാട്ടുകാരോട് ഇപ്പൊ ചോദിച്ചുള്ളത്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു കാര്യത്തിൽ അത് പോസ്റ്റ് ചെയ്ത്, അതായത് ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെ ഉത്തരവാദിത്വം അവിടെ കാണിച്ചതാണ്. എപ്പോഴാണ് വീട്ടിലെത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വൈറൽ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ പാർട്ടീഷൻ ചെയ്യുക, അയാൾ ഇറങ്ങി പോവുകയാണ്. അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ആ പൊസിഷൻ നമുക്ക് കാണാം. ബസ്സിൽ കയറി ചെറ്റത്തരം ചെയ്യുന്ന ഒരുപാട് നരമ്പന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ട്രെൻഡാണ് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇടുക ഓക്കെയാണ്, പക്ഷേ ഈ ഇടുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവണം. അതുമാത്രമല്ല, ചോദിക്കാനുള്ള നട്ടലില്ലേ? ചോദിച്ചൂടെ? ബസ്സിൽ നിന്ന് തന്നെ എന്താ ചെയ്യുന്നതെന്ന് അത് ചോദ്യം ചെയ്തൂടെ? കേസ് കൊടുത്തൂടെ? ഇതിനൊക്കെ സംവിധാനമുണ്ട്. പക്ഷേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. സോഷ്യൽ മീഡിയ ആരാണ്? ജനങ്ങൾ ആരാണ്? പൊതുജനങ്ങളാണോ കോടതി? അല്ല. സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണോ കോടതി? അല്ല. പിന്നെ എന്തിനാണ് ഇതിലൊക്കെ ഇടേണ്ട കാര്യം? ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഒരു വ്യക്തി ഇപ്പോൾ ആത്മഹത്യ ചെയ്തു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ വീഡിയോ കണ്ടില്ലേ? ഈ വീഡിയോ കണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയോ? അതിൽ കാര്യമായിട്ടൊന്നുമില്ല. നോർമലി ബസ്സിൽ നിന്ന് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് നോർമലൈസ് ചെയ്യുന്നതല്ല. ബസ്സിൽ അതിൻ്റെതായ തിരക്കുണ്ടാവും. ഇനി ഈ തിരക്കൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായി പ്രൈവറ്റ് കാറിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ പോവുക. അല്ലാതെ തിക്കും തിരക്കുമുള്ള ബസ്സുകളൊക്കെ തിക്കും തിരക്കുമായിരിക്കും, ട്രെയിനുകളും അതുപോലെ ആയിരിക്കും. ഇവിടെയൊക്കെ ഇതൊക്കെ പബ്ലിക് പ്ലേസസ് ആണ്. അപ്പോൾ ഇവിടെ എൻ്റെ ദേഹത്താരും തട്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുമാത്രമല്ല, ഇവർ പറഞ്ഞതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവർ പറയുന്നു ഇവരുടെ അക്കൗണ്ടിൽ പറയുന്നുണ്ട്, ഇവർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവരൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണെന്ന്. ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ? അവരതിനു ശേഷം, അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു, പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്നും കണ്ടു. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമല്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെ ആയാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേണായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ
തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. നിനക്കാണ് കൗൺസിലിംഗ് തരേണ്ടത്. കാരണം ഒരു കൺസൾട്ടന്റും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യില്ല. എങ്ങനെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക? ആ വ്യക്തിക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്, ബിഹേവിയറൽ ഡിസോർഡർ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, അല്ലാതെ ഇത് നാട്ടുകാരെ അറിയിക്കുകയല്ല ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ കേസുമായി മുന്നോട്ട് പോയി ആ വ്യക്തിക്ക് അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ സൊസൈറ്റിനോട് കാണിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഒരു നന്മ എന്നൊക്കെ പറയുന്നത്. പക്ഷേ നീ ഇവിടെ കാണിച്ചത് ഇത് ലോകം മുഴുവൻ അറിയിച്ചു. ആ വ്യക്തി ആത്മഹത്യ ചെയ്തു. ആ വ്യക്തി ഒരു പക്ഷെ നിരപരാധിയാണെങ്കിൽ ഈ വീഡിയോ താങ്കൾ, അതായത് ഈ സ്ത്രീ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ, അതായത് ഇത് നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അവർക്ക് തന്നെ ഉറപ്പില്ല ഈ ഒരു കാര്യത്തിൽ അത് വരുന്നുണ്ട്. കാരണം ന്യൂസിൽ ഇവർ കൊടുത്തിട്ടുള്ള ഒരു കോഡിങ്, ഒരു വോയിസ് ഉണ്ട്. ആ വോയിസിൽ കറക്റ്റായി പറയുന്നുണ്ട് ഇവർക്ക് തന്നെ ഉറപ്പില്ല ഈ ഒരു കാര്യമുള്ളത്. ഈ വീഡിയോയിൽ അവർ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ വീഡിയോ ഓണാക്കി വെച്ചു എന്ന്. നമുക്കറിയാം എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട്. അത് വേണ്ടാത്തടത്തും വേണ്ടുന്നിടത്തും ഒക്കെ എടുത്ത് വീഡിയോ ചെയ്തിട്ട് ബ്ലോഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ വ്യക്തി ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും ഈ മൊബൈലൊക്കെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എന്തോ ബ്ലോഗായിരിക്കും, ബസ്സിൽ നിന്നുള്ള എന്തെങ്കിലും ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു അനങ്ങാതിരുന്നിട്ടുണ്ടാവാം. രണ്ടാമത് ഇവർ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ആളുടെ, ഒരു ഹ്യൂമന്റെ ശരീരത്തിൽ കൺസെന്റ് ഇല്ലാതെ തൊടാൻ പാടില്ല, ശരിയാണ്. പക്ഷേ അതൊരു പബ്ലിക് പ്ലേസ് ആണ്. അത് മാത്രമല്ല ഒരു ഭയങ്കര തിരക്കുള്ള ഒരു ബസ്സും കൂടിയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു അത് തിരക്കുള്ള ബസ്സാണെന്ന്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ബസ്സിൽ നിന്നും തട്ടാതെ എങ്ങനെ പോകും? എവിടെയെങ്കിലും തട്ടാതിരിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തട്ടാതിരിക്കുമെന്ന്? എവിടെയെങ്കിലും ആക്കി തട്ടും. അത് ബസ്സിലാവട്ടെ ഇനി ട്രെയിൻ ആവട്ടെ, തിരക്കുള്ള ഒരു സ്ഥലമാണെങ്കിൽ, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അത് തിരക്കുള്ള സ്ഥലമാണ്, അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെയായാലും തട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് തരത്തിലുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്? നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ടിട്ട് അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായോ? ഇവർ പറയുന്നു മുമ്പിലത്തെ ഒരു സ്ത്രീക്ക് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുമായി സംസാരിച്ച് അങ്ങനെ ഒരു അനുഭവം ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ ബസ് സ്റ്റോപ്പ് ചെയ്യണം, കേസുമായി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ അറിയിക്കണം. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ള ആളുകളെ അറിയിച്ചിട്ട് ആ വ്യക്തിയെ അവിടെ ചോദ്യം ചെയ്യണം, എന്നിട്ട് പോലീസിലേക്ക് ഏൽപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് വിചാരിച്ച് അപ്പം തന്നെ വീഡിയോ എടുത്തിടുകയല്ല. ഒരുപാട് എണ്ണമുണ്ട് നരമ്പ് രോഗികൾ, അവരുടെയൊക്കെ വീഡിയോ ഇതുപോലെ ചെയ്യണ്ട എന്നല്ല. പക്ഷേ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ നോക്കണം. കാരണം ഇവർ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളല്ല ഇവർ പിന്നീട് പറയുന്നത്. നമുക്ക് കുറച്ച് വോയിസ് ക്ലിപ്പിംഗ് കേട്ടോക്കാം. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു. കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലേ, തിരക്കൊക്കെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. ആദ്യം അപ്പം തിരക്കുണ്ട്, അതിനുശേഷം തിരക്ക് ഒഴിഞ്ഞു. തിരക്ക് ഒഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വീഡിയോ ഓണാക്കി അയാളുടെ അടുത്ത് തന്നെ പോയി നിന്നിട്ടുള്ളത്? തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാറി നിന്നൂടെ? ഇനി അയാൾ അവസാനം പറയുന്നുണ്ട് അയാൾ ഇറങ്ങി പോവുകയാണ്. അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ആ പൊസിഷൻ നമുക്ക് കാണാം. അതായത് നമ്മൾ ബസ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഡ്രൈവറിന്റെ നേരെ അല്ല നിന്നിട്ടുള്ളത്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവൾ നിൽക്കുന്നത്. ആ വ്യക്തി അവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഡോറിലൂടെ. അപ്പോൾ ആ ഒരു പൊസിഷനിൽ എങ്ങനെയായാലും കൈ ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാക്കി കേൾക്കാം. അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനുണ്ടായിരുന്നു. അപ്പം നേരെ എന്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ കണ്ടില്ലേ, ഓടി. അതായത് എന്താന്ന് ചോദിച്ചു. നമ്മൾ ഈ കണ്ട വീഡിയോയിൽ എവിടെയും, അതായത് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. എന്തായാലും ആരായിരുന്നാലും അത് ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ ആ വീഡിയോയിൽ അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ വരുമ്പോൾ ചോദിച്ചില്ല. കാരണം ആ വീഡിയോ അവിടെ കഴിഞ്ഞു, ആ വ്യക്തി ഇറങ്ങി പോകുന്നുണ്ട്, അവിടെ വീഡിയോ കഴിഞ്ഞു. ഇതിൽ പറഞ്ഞിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ചോദിച്ചായിട്ട് എവിടെയും കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആ വ്യക്തി ഇറങ്ങി ഓടി. അതായത് ഇവർ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് അവർ ഇറങ്ങി ഓടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ
ഇറങ്ങി ഓടി അല്ല, കുറച്ച് സ്പീഡിൽ നടന്നിട്ട് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ തന്നെ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല എന്താണ് അവർ പറയുന്നത് എന്നുള്ള ഒരു കാര്യം. എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ഉറപ്പിക്കാതെ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യത്തിൽ ഉറപ്പില്ലാതെ, ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു കാര്യത്തിൽ അത് പോസ്റ്റ് ചെയ്ത്, അതായത് ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെ ഉത്തരവാദിത്വം അവിടെ കാണിച്ചതാണ്. എന്ത്? ഇതൊക്കെ നാട്ടുകാരെ അറിയിക്കുക. എവിടെ സൈക്കോളജി പഠിക്കുമ്പോൾ അതിന് എത്തിക്സ് പഠിക്കും. അതിലെ എത്തിക്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എത്തിക്സ്, ആ എത്തിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പേഷ്യന്റിന്റെ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല, ഇത് പേഷ്യന്റ് അല്ല. എന്നിരുന്നാലും ശരി, ഒരാൾക്ക് ഇങ്ങനെ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുക. അതാണോ സൈക്കോളജിയിൽ നിങ്ങൾക്ക്, അതായത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈക്കോളജിയിൽ എത്തിക്സിന്റെ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഇതാണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുമോ? അവർ തന്നെ പറയുന്നു അവർക്ക് ഉറപ്പില്ല ഈ കാര്യത്തിൽ. ആ ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് നാട്ടുകാരോട് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്, അതായത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, എന്താ അഭിപ്രായമാണ് ഈ പറയേണ്ടത്? ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ ഈ വീഡിയോയിൽ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത് സാഡ് ന്യൂസ് ആയി പോയി. ഞാൻ പ്രതീക്ഷിച്ചില്ല ആ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്. അല്ല, നിന്നെ വിളിച്ചു പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവാ. ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ, അതും ഇതുപോലുള്ള ആരോപണം, അതും കേരളം മുഴുവനായിട്ടും അത്രയും റീച്ച് ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ. അങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ ഒരു വ്യക്തിക്ക് എല്ലാവർക്കും അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവണമെന്നില്ല. പലരും മൊത്തത്തിൽ കൊലാപ്സ്ഡ് ആയി പോകും. അങ്ങനെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാരണമാകും. അതുപോലെ ഈ ഒരു കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ബസ്സിന്റെ ആളുകളെ അറിയിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഇല്ല. ഇവർ തന്നെ ന്യൂസിന് കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് ന്യൂസ് റിപ്പോർട്ടേഴ്സ് അവരെ വിളിച്ചേരം, അവർ കോണ്ടാക്ട് ചെയ്തേരം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഏതൊരു പോലീസ് സ്റ്റേഷനിൽ അറിയുന്ന ആളുണ്ട്, പരിചയക്കാരനുണ്ട്, അവരെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ ഞാൻ അങ്ങ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതാണോ ചെയ്യേണ്ടത്? സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്? നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ഇതുപോലെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ബസ്സിൽ നിന്നുമുള്ള പീഡന ശ്രമം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ടൈറ്റിൽസ് വെച്ചിട്ട് വീഡിയോ ഇടും. ഇവരിൽ 90% ആളുകളും കേസും ആയിട്ട് പോവില്ല. കാരണം ഈ ഇടുന്ന കണ്ടന്റിൽ എന്തെങ്കിലും കാര്യം വേണ്ടേ? ഒരു കാര്യം ഉണ്ടാവുന്നില്ല. ചിലതുണ്ട് റിയാക്ട് ചെയ്യണം. ഇപ്പം മസ്താനിനെ പോലത്തെ ഒരാളുണ്ട്. ഈ മസ്താനിയൊക്കെ അപ്പൊ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിയാക്ട് ചെയ്യണം. നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ അനുവാദമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ, പക്ഷെ തൊടുന്നത് ഇതുപോലത്തെ ഒരു ബസ്സിൽ നിന്നാണ്, തിരക്കുണ്ടാവും. നമ്മളുടെ റോഡ് പ്ലെയിൻ ആയിട്ടുള്ള റോഡൊന്നുമല്ല, കുണ്ടും കുഴിയും ഒക്കെ ഉള്ള റോഡാണ്, ബസ്സാണ്. അതെങ്ങനെ പോവാൻ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അല്ലാത്ത മനഃപൂർവ്വം തൊടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി മനസ്സിലാകും. അതിന് റിയാക്ട് ചെയ്യണം അപ്പോൾ തന്നെ. അല്ലാതെ ആ തൊട്ടോട്ടെ എന്നും പറഞ്ഞ് നിന്ന് വീഡിയോ എടുത്ത് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടപ്പോൾ ഫോൺ കൊടുത്ത് അതിൽ വീഡിയോ ഓണാക്കി വെച്ചു, എല്ലാം എടുത്തു, അയാൾ ഇറങ്ങിപ്പോയി. അയാൾക്ക് ടച്ച് ചെയ്യാൻ രീതിയിലൊക്കെ നിന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം ആ വീഡിയോ കണ്ടാൽ തിരിയും. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആ ലാസ്റ്റത്തെ വീഡിയോന്റെ സമയത്ത് അയാൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇവർ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. അവർ ഇറങ്ങാൻ നിൽക്കുന്നതാണോ അല്ലയോ എന്ന് അറിയില്ല. എന്നിരുന്നാലും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കില്ല ആരും. ഓക്കെ, കാരണം ഇറങ്ങാൻ നിൽക്കുമ്പോൾ വീഡിയോ ഫോണിൽ നമ്മൾ പരമാവധി കയ്യിൽ വെക്കാൻ ശ്രമിക്കില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാനുള്ള കാര്യങ്ങളാണ് നോക്കുക. ഇത് ഈ പറയുന്ന സ്ത്രീ നിന്ന പൊസിഷൻ നമുക്ക് കണ്ടാൽ തിരിയും. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആളുകളുടെ ശരീരത്തിൽ കൺസെന്റ് ഇല്ലാതെ തൊടുന്ന ഒരു കാര്യം. കൺസെന്റ് ഇല്ലാതെ തൊടാൻ പാടില്ല. പക്ഷേ ഇതിൽ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഇതൊരു ബസ്സാണ്. പിന്നെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ KSRTCയിലൊന്നും CCTV ഇല്ല. CCTV ഫുട്ടേജ് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ഒരുപാട് ഇൻസിഡൻസ് ആണ് ഇതുപോലെ വന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് വരെ മനസ്സിലാവുന്നില്ല. ഇപ്പോഴാ ഒരാളുടെ ജീവനും പോയി. അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യാം, വേറെ വഴിയൊന്നുമില്ല. കാരണം
ബസ്സിൽ കയറുന്ന ആണുങ്ങളൊക്കെ ഇപ്പൊ പേടിച്ചിട്ടാണ് കയറുന്നത്. ഒരുപാട് കോമഡി ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കാർബോർഡൊക്കെ കൊണ്ടുവന്നിട്ട് സീറ്റിന്റെ സൈഡ് വെക്കുക എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ ബസ്സിൽ നമ്മൾ കാണാറുണ്ട് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് സീറ്റ് ഉണ്ട്, പുരുഷന്മാർക്കില്ല, ബാക്കിയെല്ലാം ജനറല, ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള ഇഷ്യൂ വരുന്നുണ്ട്, അതായത് വീഡിയോ എടുത്തിട്ട് ഇടുന്നുണ്ട്. ഒരുപക്ഷെ തട്ടിപ്പോകുന്നതായിരിക്കാം, ഈ ബസ്സിന്റെ കുലുക്കവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തട്ടിപ്പോകുന്നതായിരിക്കാം, അല്ല മനഃപൂർവ്വം തൊടുന്ന ആളുകളുമുണ്ട്. ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ബോധ്യമായിട്ടുണ്ട്, ഇതിൽ ഇവർ പറയുന്നത് എനിക്കത് ഉറപ്പില്ല എന്നൊരു കാര്യമാണ്. ഉറപ്പില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് വീഡിയോ ഇട്ട് അതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, ഒരാളെ ജീവൻ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും 100% ഉറപ്പാണെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം, പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. സ്പോട്ടിൽ തന്നെ ആ കണ്ടക്ടറെ അറിയിച്ച്, ബസ്സിനെ അറിയിച്ച്, ബസ്സിലെ ആളുകളെ അറിയിച്ച് അതിനുശേഷം സ്റ്റേഷനിൽ അറിയിക്കണം, കേസ് കൊടുക്കണം. അല്ലാതെ ഇമാതിരി കാര്യമല്ല ചെയ്യേണ്ടത്. കാരണം അവരുടെ സുഹൃത്ത്, ഈ പറയുന്ന വ്യക്തിയുടെ സുഹൃത്തും കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിനും പോകാത്തൊരു വ്യക്തിയാണ്, ഒരു കേസുമില്ല, ഒന്നുമില്ല. കാരണം നമുക്കറിയാം ഒരുപാട് പേര് ഇതുപോലെ വീഡിയോ ഇടുമ്പോൾ ചില ആളുകളുടെ കേസിൽ പറയാറുണ്ട് ഇവൻ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ ഇയാളുടെ പേരിൽ യാതൊരു അലിഗേഷനും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഗണേഷ് കുമാർ സാറിനോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു തീരുമാനം ഇതിലുണ്ടാക്കുക. കാരണം പുരുഷന്മാർക്ക് വിശ്വസിച്ച് ഇപ്പോൾ ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എവിടെ നിന്നാണ് ക്യാമറ, ഈ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴാണ് വീട്ടിലെത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വൈറലായിട്ടുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ പാർട്ടീഷൻ ചെയ്യുക, അതായത് മുന്നിലെ ഭാഗം മുഴുവനായിട്ട് സ്ത്രീകൾ കൊടുക്കുക, അവിടെ ഒരു എന്തെങ്കിലും ബാരിക്കേഡ് പോലത്തെ എന്തെങ്കിലും ബ്ലോക്കേജോ മറ്റോ വെക്കുക, ബാക്കിൽ പുരുഷന്മാരും, അങ്ങനെ എന്തെങ്കിലും ആക്കുക. അങ്ങനെ എന്തെങ്കിലും ആക്കിയേ പറ്റൂ. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേറൊരു ബസ് തന്നെ, പിങ്ക് പോലീസൊക്കെ ഉള്ള പോലെ പിങ്ക് ബസ് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് വേറെ ബസ്, അല്ലെങ്കിൽ പുരുഷന്മാർക്കും മറ്റു ആളുകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പിങ്ക് ബസ്സിൽ പോയിക്കോട്ടെ. അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം വിഷയം അത്രയും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതിനെ ഓരോ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുരുഷന്മാരുടെ ദേഹത്ത് തൊടുന്നതിലൊന്നും യാതൊരു പ്രശ്നം ആർക്കുമില്ല. സ്ത്രീകളുടെ ദേഹത്ത് തൊടുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൽ എന്താ പറയാ 80% ഇപ്പം ഇങ്ങനെ ഒരു ഇൻസിഡൻസ് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്ന ആളുകൾ, അതായത് മനഃപൂർവ്വം ചെയ്യുന്ന ആളുകൾക്ക് ഒരു എക്സ്ക്യൂസ് ആവുകയാണ്. അതായത് നമ്മൾ അറിയാതെ തട്ടിപ്പോയതാണ് എന്ന് പറയാനുള്ള ഒരു എക്സ്ക്യൂസ് ഇതിലൂടെ കൊണ്ടുവരികയാണ്. സാധാരണ നോർമലി ചെയ്യാത്ത, ഇപ്പൊ ഈ വീഡിയോ കണ്ടാൽ തിരിയും അയാൾ യാതൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. അതിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ അത് പോസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അതിൽ ഈ കണ്ട വീഡിയോയിലൊന്നും അയാൾ മനഃപൂർവ്വം ഈ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ പ്രചരിക്കുമ്പോൾ യഥാർത്ഥ ഇതുപോലെ ചെയ്യുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു, ഈ വിക്ടിംസിനൊക്കെ ഇതുപോലുള്ള ഈ വിക്ടിം കാർഡ് കൊണ്ടുവന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് നിങ്ങൾ ഈ റീച്ച് വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, എവിടെയും ഒരു പ്രശ്നമില്ല. ആകെ കൊണ്ടുവന്നു ഇത് ജനങ്ങൾക്ക്, സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. ഇയാളെ എക്സ്പോസ് ചെയ്യുന്നു. അയാളെ നാട്ടുകാർ അറിയട്ടെ, വീട്ടുകാർ അറിയട്ടെ. ഏത് സൈക്കോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ കൺസൾട്ടന്റ് ആണ് ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുക? നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത്?